വിശുദ്ധകരം ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. അനുഗ്രഹീതമായ ഈ നല്ല സഭായോഗത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആഗതരായിരിക്കുന്ന ബഹുമാന്യരായ കർത്തൃദാസന്മാർ, ശ്രേഷ്ഠരായ മാതാപിതാക്കൾ, സഹോദരീ സഹോദരന്മാർ, വാത്സല്യ കുഞ്ഞുങ്ങൾ, വിശേഷാൽ ഇന്ന് കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിച്ച വാത്സല്യ മക്കൾ 7 പേര്, മറ്റെല്ലാ പ്രിയപ്പെട്ടവർക്കും, പുതിയതായി നമ്മുടെ കുടുംബാംഗങ്ങളുടെ ബന്ധുക്കളായി കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുകയാണ്. ഈ സഭയുടെ അനുഗ്രഹീതനായ കർത്തൃദാസൻ പാസ്റ്റർ അലക്സ് അവർകൾ, ഇവിടെ ആയിരിക്കുന്ന സഭാംഗങ്ങളായിരിക്കുന്ന ശ്രേഷ്ഠരായ കർത്തൃദാസന്മാർ, ഷമേൽ പാസ്റ്റർ ഉൾപ്പെടെ, പീറ്റർ പാസ്റ്റർ ഉൾപ്പെടെ ആദരണീയരായ ദൈവദാസന്മാർ, പാസ്റ്റർ ഇന്ന് എനിക്ക് മുമ്പായി സംസാരിച്ച പാസ്റ്റർ ബോബി തോമസ് ഒക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പാസ്റ്റർ അജയ്, പാസ്റ്റർ സ്മിത്ത്, വളരെ സന്തോഷമുണ്ട്. പ്രിയപ്പെട്ടവരെ, കുടുംബമായിട്ട് ഒരുമിച്ച് വളരെ വർഷങ്ങൾക്ക് ശേഷം ഇവിടെ ദൈവത്തെ ആരാധിപ്പാൻ ദൈവം ഒരുക്കിയ അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രിയ സിബിൻ കുടുംബം ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ ദൈവം ഒരുക്കിയ അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷാൽ എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ കുടുംബം, അപ്പോൾ തന്നെ പ്രിയ പൈതൽ ലവ്ലി, ബൈജു, കുഞ്ഞുങ്ങൾ, പ്രിയപ്പെട്ട മകൻ, എല്ലാ പ്രിയപ്പെട്ടവരുമായി ഒരുമിച്ച് കർത്താവിനെ ചില വർഷങ്ങൾക്ക് ശേഷമായിട്ട് പ്രിയമക്കളുമായി ഒരുമിച്ച് ആരാധനയിൽ സംബന്ധിപ്പാൻ ദൈവം ഒരുക്കിയ അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും സർവജ്ഞനായ ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപ ഓരോ ദിവസവും, ഓരോ ആണ്ടും, ഓരോ മണിക്കൂറുകളും നമ്മോട് കൂടെ ഉള്ളതോർത്ത് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ വാത്സല്യ കുഞ്ഞുങ്ങൾ കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിപ്പാൻ, ജീവൻ്റെ സാക്ഷിയായി നിൽപ്പാൻ ദൈവം ഒരുക്കിയ നല്ല അനുഭവത്തെ ഓർത്ത് സ്തോത്രം ചെയ്യും. 7 പേരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. അവരുടെ മാതാപിതാക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നവരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ കർത്താവിനും കർത്താവിൻ്റെ വചനത്തെയും അനുസരിച്ച് ജീവിക്കേണ്ടതിന് ട്രെയിൻഡ് അപ്പ് ചെയ്യുന്ന, മക്കളെ ഒരുക്കിയെടുക്കുന്ന മാതാപിതാക്കൾ, അവർ വിലപ്പെട്ടവരാണ്, വിലയേറിയവരാണ്, അവർ ശ്രേഷ്ഠരാണ്. ലോകത്തിനും ലോകമോഹങ്ങൾക്കും ജീവിപ്പാൻ മാതാപിതാക്കൾ അനുവദിച്ചു കൊടുക്കുന്ന കാലഘട്ടത്തിൽ ക്രിസ്തുവിനെ പിൻപറ്റുവാനായിട്ട് പദ്യോപദേശത്തിൽ വളർത്തുന്ന മാതാപിതാക്കൾ ക്രിസ്തുവിൽ ധന്യനാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ മക്കൾ കർത്താവിൽ അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവ് ഇടയാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് മുമ്പേ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം ലഭ്യമായല്ലോ. മുൻപിലുള്ളതായ സമയപരിധിക്കുള്ളിൽ എൻ്റെ ഉള്ളിൽ പ്രകാശിപ്പിച്ച ദൈവവചനം ഓർപ്പിച്ച് ഞാൻ കർത്തൃ സന്നിധിയിൽ ഇരുന്നു കൊള്ളാം. കർത്താവിന് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ദൈവസഭയോർത്ത് നന്ദിയോടെ സ്തോത്രം. ഇത്രയും മോടി പിടിപ്പിച്ച് ഭംഗിയാക്കിയതിന് ശേഷം ആദ്യമായിട്ടാണ് ആരാധനയിൽ സംബന്ധിക്കുന്നത്. കർത്താവിൻ്റെ ദാസനെയും ഇവിടുത്തെ കമ്മിറ്റിയും ദൈവസഭയെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ, വിശാലത വരുത്തട്ടെ. ഗാനങ്ങൾ ആലപിക്കുന്ന കുഞ്ഞുങ്ങൾ, സൗണ്ട് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത ഇതൊന്നുമില്ലാതെ ഇവിടെ തമ്പാറുമടിച്ച് കൈയുമടിച്ച് മൈക്കുമൊന്നും ഇല്ലാതെ ആരംഭിച്ച ചെറിയൊരു കൂട്ടായ്മയ്ക്ക് ഇത്രയും വിശാലത ദൈവം തന്നോട് കരം ഉയർത്തി സ്തോത്രം ചെയ്യുക. ഇന്നലകളിലെ കാര്യങ്ങളെ എന്നും ഓർക്കുന്നൊരു മനുഷ്യനാണ് ഞാൻ. പ്രൈസ് ഗാഡ്. ഇടുങ്ങിയും പരിമിതമായ സാഹചര്യത്തിൽ ഉള്ള ശബ്ദത്തിലൊക്കെ ദൈവത്തെ ആരാധിച്ച് ഇന്ന് സിസ്റ്റംസ് എല്ലാം മാറി, സംവിധാനങ്ങൾ മാറി. ഇന്നിവിടുത്തെ കൂട്ടായ്മകൾ ലോകത്തുള്ള പലയിടങ്ങളിലും പലയിടങ്ങളിൽ ഇരുന്ന് കാണാനുള്ള സംവിധാനമായി. പുറമറ്റം IPC എബനേസർ സഭ ഈ നിലയിൽ വികസിതമായതിൽ ഞാൻ അതിയായി സന്തോഷിക്കുകയാണ്. പ്രൈസ് ഗാഡ്. ആത്മീയ അനുഭവങ്ങളിലും ദൈവമക്കൾ സന്തുഷ്ടരാണ് എന്നുള്ളത് ആരാധനയുടെ ആ വ്യത്യസ്തതകളിൽ ഞാൻ മനസ്സിലാക്കുകയാണ്. വാക്കുകൾ ദൈർഘ്യമാക്കുന്നില്ല, സമയപരിധി. ഒരു വാക്യത്തിലേക്ക് കടന്നു വരാം. തെസ്സലോനിക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. 1 Thessalonians chapter 4 verse 1. അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹായുടെ ഏറ്റവും ശ്രേഷ്ഠമായ ദൈവവചനത്തിലെ
ഒരു വാക്യമാണ് ഇന്നിവിടെ വായിപ്പാനായിട്ട് ഇടയായി തീർന്നത്. ആ വാക്യം ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചാട്ട്, ദൈവപ്രസാദം ലഭിക്കുക, ദൈവപ്രസാദം ലഭിക്കുക. വി നീഡ് ദ അക്സെപ്റ്റൻസ് ഓഫ് അവർ ലോർഡ്. അതാണ് അവിടെ കാണുന്നത്. ദൈവത്തിൻ്റെ അംഗീകാരം നമുക്ക് ആവശ്യമായിരിക്കുകയാണ്. അതാണ് വി ഷുഡ് ബി പ്ലീസ്ഡ് ബൈ അവർ ലോർഡ്. ദൈവപ്രസാദം നമുക്ക് വേണം. അതിന് നിങ്ങൾ എങ്ങനെ നടക്കണമെന്ന് ഞങ്ങളോട് പഠിച്ച വഴിക്കൊത്തവണ്ണം നടക്കണം. ആ വാക്യം നോക്കണേ. എന്നിട്ട് അതിനകത്ത് വർദ്ധിച്ചു വരണം. ഗ്രോ ആൻഡ് ഗ്രോ. വി നീഡ് മോർ ആൻഡ് മോർ. അധികമായിട്ട് വർദ്ധിച്ചു വരണം. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, 2 അന്യഭാഷ, അതിൽ തൃപ്തിപ്പെടരുത്. അധികം വർദ്ധിച്ചു വരണം. പിന്നെ താഴോട്ടുള്ള വാക്യം, 3-ാമത്തെ വാക്യത്തിൽ, അതുകൊണ്ട് എനിക്ക് നിങ്ങളെക്കുറിച്ച് ശ്രേഷ്ഠമായ ആലോചനയുണ്ട്. 3-ാമത്തെ വാക്യം, ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം. അധികം ദൈവകൃപയിൽ നടക്കുന്ന തൻ്റെ ഭക്തന്മാരുടെ വിശേഷത പറയുന്നു. ശുദ്ധീകരണം ആവശ്യമാണ്. അതിൻ്റെ 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെയാണ്: വിശുദ്ധീകരണത്തിലും മാനത്തിലും താൻ്റെ പാത്രത്തെ നേടിക്കൊള്ളണം. അവിടെ നേടേണ്ടത് നമ്മളാണ്. സ്തോത്രം. നമ്മളാണ് ചെയ്യേണ്ടത്. എനിക്ക് വേണ്ടി മറ്റൊരാളല്ല ചെയ്യുന്നത്, എനിക്ക് വേണ്ടി ഞാൻ തന്നെ ചെയ്യണം. പ്രൈസ് ഗോഡ്. ചില സാഹചര്യങ്ങളിൽ ഒരു ഇമ്മീഡിയറ്റ് ഹെൽപ്പ് വേണമെങ്കിൽ, വഴിയിൽ വീണു ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പിടിച്ചുയർത്താൻ സാധിക്കും. എന്തെങ്കിലും ഒരു ആപത്ത് ഘട്ടത്തിൽ, മുമ്പേ നമ്മുടെ പ്രിയ കർത്തൃദാസൻ ഓർപ്പിച്ചതുപോലെ തനിക്ക് നേരിട്ട അപകടത്തിൽ ദൈവമക്കൾ പലരും ഓടി വന്നു, പ്രാർത്ഥിച്ചു എന്നൊക്കെ കേട്ടല്ലോ. അതൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷെ ഈ വിഷയത്തിൽ ആർക്കും വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതിനൊക്കെ ചെയ്യാൻ ഒന്നേ ഉള്ളൂ. അവിടെ പറഞ്ഞത് നിങ്ങളുടെ താങ്കളുടെ പാത്രത്തെ സ്വയം നേടണം. Praise God. We should develop our spiritual life more and more personally. അത് വ്യക്തിപരമായിട്ടാണ് ചെയ്യേണ്ടത്. അവിടെ നാം കാണുകയാണ്. അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ, ദൈവം നമ്മെ അശുദ്ധിക്കല്ല, വിശുദ്ധീകരണത്തിന്. അതിൻ്റെ ക്ലൈമാക്സ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ദൈവം വിളിച്ചത് നമ്മെ നരകത്തിൽ തള്ളിക്കളയാനല്ല, പാപികളോടിരുത്താനല്ല, അവിടെ ജീവനോടിരിക്കുന്ന ജീവികളുടെ അടുത്തേക്ക് പറഞ്ഞയക്കാനല്ല, പുഴുക്കളുടെ അടുത്തേക്ക് പറഞ്ഞയക്കാനല്ല, ആപത്ഘട്ടത്തിലേക്ക് വിടാനല്ല. നിന്നെ സ്വർഗസിംഹാസനത്തിൽ പിതാവിനോടൊപ്പം ഇരുത്തേണ്ടതിന് നമ്മെ ഒരുക്കിയെടുക്കുന്ന പ്രക്രിയയാണ്. എന്നാൽ ഇതൊന്നും അല്ലാതെ ജീവിച്ചാലോ? അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ, ആകിയാൽ തുച്ഛീകരിക്കുന്നവൻ മനുഷ്യനെ അല്ല. പരാജയപ്പെട്ടില്ലേ? നമ്മുടെ പ്രവൃത്തി മുഖാന്തരം നമ്മുടെ രക്ഷകന് മുമ്പേ കേട്ടതുപോലെ നമ്മെ വീണ്ടെടുത്ത കർത്താവിനെ, പാപത്തിൽ നിന്ന് രക്ഷിച്ച കർത്താവിനെ നമ്മൾ എന്ത് ചെയ്യുക? എന്തോ പറഞ്ഞേ, ഒന്നുകൂടെ പറഞ്ഞേ. നമ്മൾ തുച്ഛീകരിക്കുകയാണ്. അതിനല്ല ദൈവം നമ്മെ വിളിച്ചത്. There is a great purpose in our calling. നമ്മെ ദൈവം വിളിച്ചതിൽ വലിയ ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം, നമ്മൾ കർത്താവിനെ തുച്ഛീകരിക്കുകയല്ല, നമ്മൾ നേടേണ്ടതേ നേടുകയാ. നാം നേടി അതിൻ്റെ ക്ലൈമാക്സ് നമ്മൾ കർത്താവിനോട് കൂടെ നിത്യം വാസം ചെയ്യുക. പ്രൈസ് ഗോഡ്. ഈ 1-ാമത്തെ വാക്യം മുതൽ 7-ാമത്തെ വാക്യം വരെ ആ കണ്ണിക ഭവനത്തിൽ കടന്നുപോയി വായിക്കുവാൻ ഒരു പ്രാവശ്യം കൂടെ ഞാൻ താല്പര്യപ്പെടുകയാണ്. പ്രൈസ് ഗോഡ്. നമ്മുടെ വഴി ദൈവത്തെ ഭരമേൽപ്പിച്ചാൽ അതിനെ സൂക്ഷ്മമായി കരുതി നമ്മെ സംരക്ഷിപ്പാൻ കഴിയുമെന്ന് ദൈവം നമുക്ക് വാക്ക് തരികയാണ്. അവൻ നമുക്ക് ഉറപ്പ് തരിക. സന്തോഷമുണ്ടെങ്കിൽ സ്വതന്ത്രം പറയാ. Now when we are in the path of our Lord, നമ്മുടെ ദൈവത്തിൻ്റെ വഴിയിലാണെങ്കിൽ നമ്മുടെ വഴിയെ സ്ഥിരമാക്കാൻ ദൈവത്തിന് കഴിയോ? ജീവിതത്തിൽ പ്രതിസന്ധികൾ വരാം, വെല്ലുവിളികൾ വരാം, മരണം വരാം, വ്യാകുലതകൾ വരാം, പ്രതീക്ഷിക്കാത്ത അനവധി സംവിധാനങ്ങൾ വരാം. പക്ഷേ ജയത്തോടെ നടത്തുവാൻ കഴിവുള്ള ഒരു മഹാദൈവത്തെ ആത്മാവിൽ സ്തോത്രം ചെയ്ത് ദൈവത്തിന് മഹത്വം കൊടുത്താട്ട് ഹല്ലേലൂയ. സന്തോഷമുണ്ടെങ്കിൽ അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിക്കാട്ട്.
യേശുവിന്റെ നാമത്തിൽ വഴിക്ക് തടസ്സമായി നിൽക്കുന്ന സകല ദൂതന്റെ വ്യാപാരത്തിന്മേൽ ഞങ്ങൾ ആത്മാവിൽ ജയമെടുക്കുകയോ. ഹല്ലേലൂയ. നമുക്ക് ലഭ്യമായ വഴിയുടെ സുരക്ഷിതത്വത്തിനായിട്ട് ക്രിസ്തുവിന്റെ കാൽച്ചുവടുകൾ പിൻപറ്റുവാനാണ് പരിശുദ്ധാത്മാവ് നമുക്ക് ആലോചന പറയുന്നത്. അതുകൊണ്ട് 37-ാം സങ്കീർത്തനം 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ സാം നമ്പർ 37:5 നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവൻ അത് നിർവഹിക്കും. ദ പർപ്പസ്, നമ്മുടെ മേലുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശത്തെ നിവർത്തീകരിച്ചു തരുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോടുകൂടെ നിൽക്കുമ്പോൾ തന്നെ വി ഷുഡ് വാക്ക് ഓൺ ദ വേ. ദൈവത്തിൻ്റെ വഴിയിൽ നടക്കാൻ നമ്മൾ തയ്യാറാകണം. ദാറ്റ് ത്രൂ ഫുട് പ്രിന്റ് വിച്ച് ഗോഡ് ഹാസ് ഷോൺ ടു us, നമുക്ക് അവൻ്റെ കാൽച്ചുവടുകൾ വെച്ചേച്ചു പോയത് ആർക്കെങ്കിലും കയറി നടക്കാനല്ല, വേർതിരിക്കപ്പെട്ട വിശുദ്ധന്മാർക്ക് ആ കാൽച്ചുവടിലേക്ക് കാലുകൾ വെക്കുവാനാണ് നമുക്കൊന്ന് എക്സാമ്പിൾ ആയിട്ട് കർത്താവ് നിൽക്കുന്നത്. ആ കാൽച്ചുവടുകൾ നമ്മൾ കാലുകൾ വെക്കുമ്പോൾ അവിടെ ജയത്തിന്റെ നാളുകളാണ്. പിതാക്കന്മാർക്ക് പകരം മക്കളിരിക്കുമെന്ന് വചനം പറഞ്ഞ് വെറുതെയല്ല. നമ്മുടെ മാതാപിതാക്കൾ കഷ്ടതയുടെയും വേദനയിലൂടെയും പൈതാഹത്തിലൂടെയും പ്രാണത്യാഗം വരെ പോരാടിയ നമ്മുടെ മാതാപിതാക്കളുണ്ട്. ഇല്ലായ്മയുടെ കാലത്ത് ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച നാളുകളിൽ അവർ കാണിച്ച നമ്മുടെ മുൻപിലുള്ള ലെഗസി, നമ്മുടെ മുമ്പിൽ കാണിച്ച മാതൃക, നമ്മുടെ മുമ്പിൽ കാണിച്ച ദൈവകൃപയുടെ അനുഭവങ്ങൾ വെറുതെ ഇവിടെ വിട്ടേച്ച് പോയതല്ല. ആ കാൽച്ചുവടുകൾ പിൻപറ്റേണ്ടതിന്, ആ കാൽച്ചുവടുകളിലൂടെ നാം മുൻപോട്ട് യാത്ര ചെയ്യുന്നു. അവിടെയാണ് വിശുദ്ധന്റെ പ്രത്യേകത. അതിലൂടെ നടക്കാനുള്ള ആ ആത്മബലം നമ്മൾ പ്രാപിക്കണം. എൻ്റെ വാത്സല്യ കുഞ്ഞുങ്ങളോട് പറയട്ടെ, ആ മാതൃകപരമായ ജീവിതത്തിന് എന്നും വിശേഷതയുണ്ട്, എന്നും അതിൻ്റെ മുത്തുകളുണ്ട്, അതിൻ്റെ ശ്രേഷ്ഠതകളുണ്ട്. അതാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഏറ്റവും പ്രാധാന്യതയുള്ള ഒരു തീമാണ് ഇവിടെ കർത്താവിൻ്റെ ദാസൻ നമ്മുടെ മുമ്പിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഓരോ ആഴ്ചയിലെ തിമറ്റിക് പ്രസന്റേഷൻ, തീം പ്രസന്റേഷൻ കൃത്യമായി കർത്തൃദാസൻ ചെയ്തു വരുന്നു. ചില സന്ദേശങ്ങളൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. ഓരോ വാക്യത്തോട് ബന്ധപ്പെട്ടുള്ള തീം ഇവിടെ തന്ന് അതിൽ നിന്ന് കർത്തൃദാസൻ പ്രസംഗിക്കുക. ഇന്ന് പകലിൽ അത് ഞാനതങ്ങ് ചെയ്യുകയാണ്. പിന്നീട് ബാക്കിയുള്ളത് കർത്തൃദാസൻ പൂരിപ്പിച്ചുകൊള്ളൂ. എന്നാലൊരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, നമുക്കൊരു എക്സാമ്പിൾ ദൈവം തമ്പുരാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നടക്കാനുള്ള പാതയാ. ഇന്ന് പകൽ അത് ഏറ്റെടുക്കണം. ആ പാത വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ പോകാൻ ഒരു ദൈവം അനുവാദം തന്നിട്ടില്ല. അത് നാം അനുവദിക്കുന്നെങ്കിൽ നമ്മൾ അവനെ തുച്ഛീകരിച്ച് കളയുക, അവനെ വേണ്ട എന്ന് വെക്കുക. വേണ്ട എന്നല്ല, എനിക്കെന്റെ പ്രാണത്യാഗം കൊടുത്ത് എന്നെ വീണ്ടെടുത്ത എന്റെ കർത്താവിനെ ചേർത്ത് പിടിക്കുവാൻ. Hallelujah. That should be our aim. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം, അതായിരിക്കണം നമ്മുടെ താല്പര്യം. ഇങ്ങനെ പോകുന്നു ദൈവത്തിന്റെ വചനം. പത്രോസിന്റെ 1-ാം ലേഖനം 2-ാമത്തെ അധ്യായം 21-ാമത്തെ വചനം വേഗതയിൽ ഒന്ന് വായിച്ചാട്ട്. ചാപ്റ്റർ 2 വേഴ്സ് 21, 2:21 വിളിച്ചിരിക്കുന്നത്. യെസ്, യേശു കാണിച്ച മാതൃകയാ. പലരും മാതൃകയും യേശു ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാ ചോദ്യം. കാരണം ആ ചോദ്യത്തിൻ്റെ പിറകിൽ അവരെല്ലാം ചെയ്തു കഴിഞ്ഞു എന്നുള്ളതാ അവരുടെ മനസ്സിലെ ചിന്ത. പക്ഷെ നമ്മൾ ആരും ഒന്നും ആയിട്ടില്ല. നമ്മൾ യേശുവിനെ പോലെയാകാൻ ഓരോ ദിവസവും പണിയപ്പെട്ടുകൂടി അവനവൻ്റെ പാത്രത്തെ ഒരുക്കിക്കൊണ്ടിരിക്കുക. പൗലോസ് തന്നെ പറയാ, ഞാൻ ബന്ധപ്പെടുകയ, ഐ ആം ഫൈറ്റിംഗ് ഓവർ ഹിയർ. ഞാൻ യുദ്ധം ചെയ്ത് എൻ്റെ ശരീരത്തെയും എൻ്റെ ജഡത്തെയും എൻ്റെ പ്രാണനെയും നിയന്ത്രിച്ച് എൻ്റെ കർത്താവ്
കർത്താവിനെ പോലെ ആകാൻ ആമേ ദണ്ണിപ്പിച്ച് ഞാൻ യാത്ര ചെയ്ത എന്താ കാര്യം? എനിക്ക് എൻ്റെ പ്രിയനെ പോലെ ആകണം. ആമേ എന്തെങ്കിലും നമ്മൾ ദണ്ഡനം നമ്മുടെ ശരീരത്തിൽ ചെയ്യാറുണ്ടോ? നമ്മൾ ആരും നമ്മെ തന്നെ ഉപദ്രവിക്കാറില്ല. ഉപദ്രവിക്കണമെന്നല്ല പറഞ്ഞത്. ക്രിസ്തു നിമിത്ത പലതും ചപ്പും ചവറുമെന്നെണ്ണിയെങ്കിൽ ചില സുഖ സൗകര്യങ്ങളെ വേണ്ട എന്ന് വെച്ച്, ചില അധികാരങ്ങളെ വേണ്ട എന്ന് വെച്ച്, ചില മഹത്വങ്ങൾ വേണ്ട എന്ന് വെച്ച്, ചില ഉന്നത സ്ഥാനങ്ങൾ വേണ്ട എന്ന് വെച്ച് യേശുവിനെ പോലെയാകാ. അവന്റെ കാൽക്കൽ, അവന്റെ പാദത്തിങ്കൽ മുട്ടുകളെ മടക്കുന്നെങ്കിൽ നിന്നെ ഉയർത്തുന്ന ഒരു ദൈവം. ക്ഷമിക്കാൻ പറ്റുമോ? വഹിക്കാൻ പറ്റുമോ? പൊറുക്കാൻ പറ്റുമോ? കൂടെ ചേർത്ത് നിൽക്കാൻ പറ്റുമോ? അതാണ് ദൈവസഭയുടെ വിശേഷത. അതാണ് ദൈവകൃപ അനുഭവിക്കുന്ന ശ്രേഷ്ഠത. 37-ാമത്തെ അങ്ങനെ മാതൃക പിൻപറ്റുന്നവനെ കുറിച്ച് പൗലോസ് പറയുന്നത് 1 കൊരിന്ത്യർക്ക് 1-ാം ലേഖനം 11-ാം അധ്യായം 1-ാമത്തെ വാക്യം നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നവരാണ്. ഇവിടെ കൊടുത്തിരിക്കുക പിന്തുടരുക എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം അനുകരിക്കുക എന്നുള്ളതാണ്. അനുകരിക്കുക, യേശുവിനെ പോലെ നമ്മുടെ ജീവിതം ഇവിടെ നടത്തി കാണിക്കുക, ചെയ്യുക. പ്രവൃത്തി തലത്തിൽ യേശു ആരാണെന്ന് റിവീൽ ചെയ്യുന്നത് ഞാനും നീയുമാണ്. 33.5 തിരുവയസ്സ് വരെ യേശു ഈ ഭൂമിയിൽ പാർത്തു. ജനനം മുതൽ തൻ്റെ ക്രൂശീകരണം വരെ താൻ എന്തിനു വന്നെന്നും തൻ്റെ ജീവിതം കൊണ്ടും പഠിപ്പിക്കൽ കൊണ്ടും ലോകത്തെ വെളിപ്പെടുത്തി കാണിച്ച ഒരു കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജവഹർലാൽ നെഹ്റുജി യേശുവിൻ്റെ പഠിപ്പിക്കലിനെ വളരെ ആകർഷകമായ നിലയിൽ താൻ സ്വീകരിക്കുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ താൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു എന്നല്ല ഞാൻ പറഞ്ഞേ. താൻ പഠിപ്പിച്ചതായ അനവധി കാര്യത്തെ ഇവിടുത്തെ ലോകജനത്തിന്റെ ഉള്ളിൽ ആകർഷിക്കപ്പെട്ടെങ്കിൽ മാതൃകാപരമായ നിലയിൽ യേശു വിളംബരം ചെയ്ത വചനവും തൻ്റെ ജീവിതത്തിൽ നടത്തി കാണിച്ചതുമാ. അന്ന് യേശു സ്വയം വെളിപ്പെടുത്തിയെങ്കിൽ ഇന്ന് സഭയാണ് യേശുവിനെ ഈ ലോകത്ത് വെളിപ്പെടുത്തേണ്ടത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരുമാണ് യേശുവിനെ ഈ ലോകത്ത് വെളിപ്പെടുത്തി കാണിക്കുന്നത്. അത് ജീവിതം കൊണ്ടോ അത് പ്രവൃത്തി കൊണ്ടോ. യേശു ആരാണെന്ന് ഗ്രാമങ്ങളിൽ പോകുമ്പോൾ, വില്ലേജുകളിൽ പോകുമ്പോൾ, ട്രൈബൽസിന്റെ ഇടയിൽ പോകുമ്പോൾ, പട്ടണങ്ങളിൽ പോകുമ്പോൾ, ഉന്നതന്മാരെ നിരയിൽ ഇരിക്കുമ്പോൾ അവൻ യേശുവിന്റെ പൈതൽ എന്ന് പറയാനായിട്ട് ഇടയായി തീരണം. പ്രൈസ് ഗോഡ്. നവംബർ മാസം അവസാന ആഴ്ചയും ഡിസംബർ മാസം ആദ്യത്തെ ആഴ്ചയും വിശാഖപട്ടണത്തിലുള്ള ഗ്രാമങ്ങളിലും കോർബയിലുള്ള ഗ്രാമങ്ങളിലും റായ്പൂരിലുമൊക്കെ പോകുവാൻ ഞങ്ങൾ കുടുംബം ഇടയാക്കി. ട്രൈബൽസിൻ്റെ ഇടയിൽ ദൈവമക്കൾ ഒന്നും അറിയാതെ അവർ കണ്ടുകളെ അടച്ച് അഭിഷേകത്തോടെ ദൈവത്തെ ആരാധിക്കുന്ന കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ അവർക്ക് സമൃദ്ധിയായതുകൊണ്ടല്ല, അവർ ശ്രേഷ്ഠരായതുകൊണ്ടല്ല, അവർ യേശുവിന്റെ കാൽച്ചുവടുകൾ അറിഞ്ഞതുപോലെ പിൻപറ്റുവാൻ തയ്യാറായതുകൊണ്ട് അവരെ ആരും നിയന്ത്രിക്കണ്ട, അവരോട് ആരും ആരാധിക്കാൻ പറയണ്ട. അവർ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്നത് കണ്ടു. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് അനേക ഗ്രാമങ്ങൾ ഇന്ന് യേശു പ്രതിസന്ധികൾ, ഛത്തീസ്ഗഡിലൊക്കെ ഒരുപാട് എതിരുകളാണെങ്കിലും ആയിരക്കണക്കിന് ആൾക്കാർ യേശുവിനെ അക്സെപ്റ്റ് ചെയ്യുക. അനവധി പേർ ക്രിസ്തുവിനെ അംഗീകരിക്കുക. നമ്മൾ കേൾക്കുന്ന ഒരുപാട് പേരെ സുവിശേഷകരെ കൊല്ലുന്നത്, വീടുകൾ തകർക്കുന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അവരതെല്ലാം മനസ്സിലാക്കിയിട്ടും യേശുവിന് വേണ്ടി തിരിച്ച് ഇറങ്ങുകയാ. ഹല്ലേലൂയ. കാൽ ചുവടുകളെ പിൻപറ്റുമ്പോൾ യേശുവിന്റെ വക്താക്കളാകുകയാണ്. 37-ാം സങ്കീർത്തനം 23-ാമത്തെ വാക്യം, ഒരു മനുഷ്യന്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവന്റെ ഗമനത്തെ സ്ഥിരമാക്കുന്നു. കർമ്മിതി സ്വതന്ത്രം പറഞ്ഞാട്ട് നിന്റെ കാൽച്ചുവടുകൾ സ്ഥിരമാക്കപ്പെടണമെങ്കിൽ ഈ കാലുകളുടെ മുട്ടുകൾ ആടിപ്പോകോ, ഏപ്പിളകിപ്പോകോ. നെബൂഖദ്നേസറിന്റെ ഏപ്പ ഇളകിയത്, ദൂതന്മാരുടെ ഏപ്പുകളും കാലുകളും ആടി. എന്ന ദൈവവടിയിൽ നിലക്കുന്നവന്റെ മുട്ടുകൾ ആടത്തില്ല. അവൻ നിന്നെ ഉറപ്പോടെ നിർത്തുന്ന ദൈവമാ. അവൻ നിന്നെ ജയത്തോടെ നടത്തുന്ന ദൈവമാ. അവൻ കരുതുന്ന ദൈവമാ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ജയത്തോടെ നടത്താൻ കഴിവുള്ള കർത്താവാണ് നമ്മെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്.
പ്രൈസ് ഗോഡ്. ഒരു കർത്തൃദാസി ഇങ്ങനെ പറയാനായിട്ട് ഇടയായി തീർന്നു. മോളി ഫ്രൈൻഫീൽഡ് എന്ന് പറയുന്ന ദൈവദാസിയുടെ എഴുത്തിൽ ഇങ്ങനെയാണ് കണ്ടത്. നമ്മുടെ മനസ്സിലെയും നമ്മുടെ ഹൃദയത്തിലെയും താല്പര്യമനുസരിച്ച് ദൈവഭക്തിയോടെ നമ്മുടെ കാൽച്ചുവടുകൾ മുൻപോട്ട് വെക്കുവാൻ നമ്മൾ തയ്യാറായാൽ അവിടെ സംഭവിക്കുന്നത് വി ആർ ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ. നമ്മൾ നേരെയുള്ള പാതയില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയവും ദൈവമായിട്ടുള്ള ഒരു അഭേദ്യ ബന്ധത്തിൽ നമ്മൾ രൂപപ്പെടുത്തി എടുത്തതായ ദൈവവചസ്സിന്റെ മഹത്വം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നതിനനുസരിച്ച് നമ്മുടെ കാൽച്ചുവട് മുമ്പോട്ട് വെക്കുന്നെങ്കിൽ നമ്മൾ ശരിയായ ദിശയില, അല്ലെങ്കിൽ ദിശ മാറിപ്പോകും. അതുകൊണ്ട് ദൈവഭക്തൻ പോകേണ്ട പാത കാണിച്ച് നമ്മുടെ കർത്താവുണ്ടെങ്കിൽ ആ വഴി പിൻവച്ചുവാൻ നമ്മൾ തയ്യാറായ we will reach the destination. നമുക്ക് എത്തേണ്ട ഇടത്ത് നമ്മൾ എത്തും. ഇല്ലെങ്കിൽ വഴിയിൽ പട്ടുപോകോ. ഇവിടെ പട്ടുപോകേണ്ട ഒരു കൂട്ടത്തെ അല്ല ദിവസം തോറും ഉപദേശം കൊടുത്ത് വളർത്തുന്നത് ജയാളികളായ ക്രിസ്തു ഭക്തന്മാരാ. സന്തോഷമുണ്ടെങ്കിൽ സ്വത്രം പറ ഹല്ലേലൂയ. ഈ അനുഭവമാണ്. അതിന് നമ്മൾ ചെയ്യേണ്ടത് 119 സങ്കീർത്തനം 105 വാക്യത്തിൽ നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക്. വചനം വായിച്ചാൽ പോരാ, വചനത്തിനൊത്തവണ്ണം നമ്മൾ നടക്കണം. എൻ്റെ പാത ഇരുളടഞ്ഞ വഴികളാണെങ്കിലോ ഒരു ടോർച്ചായി എൻ്റെ കർത്താവ് എന്നോട് കൂടെയുണ്ട്. ഒരു പ്രകാശമായി എൻ്റെ കർത്താവ് എന്നോട് കൂടെയുണ്ട്. പ്രൈസ് ഗോഡ്. എന്താ കാര്യം? വഴിയിലെ ദുർഘടങ്ങളെ അവൻ മാറ്റുന്ന ദൈവമാ. വഴിയിലെ പ്രതിസന്ധികളെ മാറ്റുന്ന ദൈവമാ. എനിക്ക് വഴി ഒരുക്കുന്ന ഒരു ദൈവം എന്നോടൊപ്പമുണ്ട്. പ്രൈസ് ഗോഡ്. ഒരുപാട് കാര്യങ്ങൾ ചേർന്ന് പറയാൻ ഞാൻ മുൻപോട്ട് പോകുകയാണ്. പ്രൈസ് ഗോഡ്. 40 വർഷക്കാലം മോശ ഈ ജനത്തെ മുൻപോട്ട് നടത്തുവാൻ ദൈവത്താൽ നിയോഗിതനായ മനുഷ്യനാണ്. പല പ്രാവശ്യം പറഞ്ഞു മാറാൻ ശ്രമിച്ചു. ഞാനൊരു വിക്കനാ, വലിയ കഴിവില്ലാത്തവനാ, എന്നെ ഇവിടെ നിന്ന് മാറ്റണം. എൻ്റെ സഹോദരൻ കഴിവുള്ളവനാ, സാമർഥ്യമുള്ളവനാ, അദ്ദേഹത്തെ ഇതിനു വേണ്ടി ഉപയോഗിക്കണം. കയറി അറ്റാക്ക് ചെയ്ത് എടുക്കാൻ മോശ ശ്രമിച്ചില്ല. എന്നെ ഒഴിവാക്കണമെന്ന് പറഞ്ഞ് മാറിയവനാ. പക്ഷെ ദൈവത്തിൻ്റെ പർപ്പസ് മോശയുടെ മേൽ ഉണ്ടായിരുന്നത് കൊണ്ട് ദൈവം അവനെ വഴി നടത്താൻ തുടങ്ങി. പക്ഷെ അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ച്, എൻ്റെ കർത്താവേ, ഞാൻ ഈ ജനത്തെ പ്രസവിച്ചവനല്ല, ഇനിയും എനിക്ക് മുൻപോട്ട് പോകാൻ ത്രാണിയും ശേഷിയുമില്ല. ചെങ്കടലിന് മുമ്പിൽ നിൽക്കുമ്പോൾ പറയുക, എനിക്കിനി മുൻപോട്ട് യാത്ര ചെയ്യാൻ വയ്യ, പുറകെ സൈന്യബഹുത്വം വരികയാ, അവർ ഇപ്പോൾ ഈ ജനത്തെ ആക്രമിക്കും. ഇതിനായിട്ടാണോ ഞാൻ വിളിച്ചത്? ഇന്ന് രാവിലെ എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, കൂടെ പുറപ്പേ, നീയും ഞാനും അഭിമുഖീകരിക്കുന്ന വെല്ലുവിളിയുടെ മുമ്പിൽ, പ്രതിസന്ധികളുടെ മുമ്പിൽ, വഴിയുടെ മുമ്പിൽ പകച്ചു നിൽക്കുമ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ മുട്ടുകളെ മടക്കി ദൈവമേ എന്ന് പ്രാർത്ഥിക്കുമ്പോ, എന്തെന്നറിയാതെ ഗദ്ഗദത്തോടെ ആരാധനയിൽ കണ്ണുനീര് പിടിക്കുമ്പോ, നിന്റെ ചെറിയ കൂടാരത്തിൽ ഇരുന്ന് നിലവിളിക്കുമ്പോ, ഞാനൊരു കാര്യം പറയാ, മോശ എന്തു ചെയ്തോ, ഭക്തന്മാരെന്ത് ചെയ്തോ, അതിനായി നാം തയ്യാറായ ദൈവത്തിന് ചെങ്കടലിൽ വഴി തുറക്കാൻ കഴിയുമെന്ന് ഇന്ന് പകലിൽ വിശ്വസിക്കണം. ആത്മാവി സ്തോത്രം പറ. ഓ യേശുവിന്റെ നാമത്തിൽ ജയം. ആത്മാവിൽ സ്വതന്ത്രം ചെയ്താണ്. പരിശുദ്ധാത്മാവ് ശുദ്ധീകരണം ചെയ്യട്ടെ. ഒരാത്മപകർച്ച ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. മുട്ടുമടക്കി പ്രാർത്ഥിച്ച മോശയ്ക്ക് ദൈവം അരുളപ്പാട് കൊടുത്തു. അതനുസരിച്ച് മോശ ചെയ്തു. ചെങ്കടൽ മാറി. മരുഭൂമിയിൽ നീരുറവ പുറപ്പെട്ടവർ യാത്ര ചെയ്യുകയാണെങ്കിൽ മോശയെ ദൈവം അംഗീകരിച്ചത് അവൻ ദൈവത്തിന്റെ കരം പിടിച്ച് നടന്ന ഒരു ഭക്തനാ. അവൻ കാഴ്ചുവടുകൾ വെച്ച് മുൻപോട്ട് പോയത് ദൈവത്തിന്റെ ചുവടുകളാ. പ്രൈസ് ഗോഡ്. അതാണ് ജയം. ശിംശോൻ ആശീർവാദമുള്ളവനാണ്.
അവനിൽ വിശേഷതയുണ്ടായിരുന്നു. പറഞ്ഞു വിടുകയാ, സമയം ഇനി 2-3 മിനിറ്റ് കൂടെ ഉള്ളൂ. ഇപ്പോൾ കർത്തദാസൻ പറഞ്ഞ സമയമാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആശീർവാദമുള്ളവനാ അവൻ. ചെന്ന് ചിലരൊക്കെ പറയുന്നു ഇവിടെ തൊടുന്നതെല്ലാം പൊന്നാന്ന് പോലെ, അവൻ തൊട്ടതെല്ലാം ജയമായിരുന്നു. പ്രൈസ് ഗോഡ്. ഫെലിസ്ത്യ ശക്തികൾക്കെതിരെ വന്നു. ലേഹിയിൽ വെച്ച് അവരെ പിടിച്ചടക്കി 1 കുന്ന് 2 എന്ന് കൂട്ടിയിട്ടവനായ ശിംശോനാണ്. അത്ഭുതങ്ങളും അതിശയങ്ങളും ദൈവശക്തിയായി ചെയ്തവനാണ്. പക്ഷേ അവന്റെ പാത ഡൈവേർട്ട് വിട്ടുമാറി, അവന്റെ വഴി വിട്ടുമാറി. കേവലം ഒരു സ്ത്രീയുടെ മുൻപിൽ അവന്റെ ശക്തിയുടെ മഹത്വത്തിന് അടിയറ വെച്ചപ്പോ ഇവരെല്ലാം അവനെതിരെ വന്നു. അവിടെ അവൻ പരാജയപ്പെട്ടു പോയി. ഹല്ലേലൂയ. അവൻ പരാജയപ്പെട്ടു പോയി. 2 കണ്ണും കാഴ്ചയില്ലാത്തവനായി. അവന്റെ അവസ്ഥയെക്കുറിച്ച് നമുക്കറിയാം. ദാഗോന്റെ ക്ഷേത്രത്തിൽ അവൻ നിൽക്കുകയാ. ഭക്തൻ നിൽക്കേണ്ടാത്ത ഇടത്ത് ശക്തി ക്ഷയിച്ചവനായി ദാഗോന്റെ ക്ഷേത്രത്തിൽ നിന്ന് അവിടെ വെച്ചവൻ നിലവിളിക്കുക, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എന്നോട് ക്ഷമിച്ച Praise God. എന്നോട് ക്ഷമിച്ച ആ ശക്തി മടക്കി ഇന്ന് രാവിലെ മാനസാന്തരത്തോടെ ശുദ്ധീകരണത്തോടെ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ച ഒരു മടങ്ങി വരവ് ഈ വർഷത്തിന്റെ അവസാന ദിവസങ്ങളിൽ നമുക്കൊരു മടങ്ങി വരവെന്ന് നിന്നിൽ നിന്ന് പോയ ശക്തി മടങ്ങി വരുമെന്ന് ദൂത് പറയുക. Praise God. ആത്മാവിൽ സ്തോത്രം ചെയ്താണ്ട് അവൻ മടക്കി തരോ, അവൻ മടക്കി തരോ. നീ ആൾ മാറിയവനെ പോലെ മാറോ. അവൻ മടക്കി തന്ന കൃപകൾ പ്രാപിക്കാം. സ്തോത്രം. തന്നിൽ ശക്തി വ്യാപരിച്ചു. ദൈവത്തിന്റെ നാമം ഉയർത്തിയെങ്കിലും തനിക്ക് പിന്നെ അനുഭവിക്കാൻ പറ്റില്ല. അവിടെ കൊണ്ട് ഫുൾ സ്റ്റോപ്പ് ഇട്ടോ. മോശ ദൈവ വഴിയിൽ നടന്നു, അവൻ ജയാളിയായി. ശിംശോൻ ശക്തനാണെങ്കിലും വഴിവിട്ടുപോയി പരാജയപ്പെട്ടോ. അതുകൊണ്ട് ഈ പ്രത്യേക സാഹചര്യത്തിൽ ദൈവജനം കേൾക്കുന്ന ദൈവ പൈതലെ ഓർപ്പിക്കട്ടെ, ദൈവപാതയിൽ നടന്നാൽ നമുക്ക് നന്മയുണ്ടാകും. യെരമ്യാ പ്രവചനം 17 അധ്യായം 7-ാം വാക്യം ഒന്ന് വായിച്ചാട്ട് ഞാൻ ഇവിടെ നിർത്താം. 17-ന്റെ 7-ാമത്തെ വാക്യം. ജെരമ്യ യഹോവയുടെ പാതയിൽ നടക്കുന്നവരെ കുറിച്ച് പറയുക. പറഞ്ഞു, വായിച്ചോളൂ. മതി, പിന്നീട് ബാക്കി വെച്ച്. ഇത് ഉണങ്ങിപ്പോയെന്ന് ലോകമെല്ലാം പറഞ്ഞാലും ആത്മാവിൻ്റെ പേമാരി നിന്റെ മേൽ പെയ്യുമ്പോൾ ഇത് ഉണങ്ങുകയല്ല, അതിൻ്റെ ഇലയൊന്ന് കൊഴിഞ്ഞെന്നേയുള്ളൂ. പുതുശക്തിയോടെ അത് എഴുന്നേൽക്കുകയാ. ആർക്കും പിടിച്ചു നിർത്താൻ പറ്റാത്തതുപോലെ, നദി പൊട്ടിപ്പുറപ്പെടുന്നത് പോലെ അവൻ്റെ മേലൊരു ദൈവകൃപ വ്യാപരിക്കുക. അവൻ ഉണർവിലേക്ക് വ്യാപരിക്കുകയാണ്. അവൻ ഉയർത്തപ്പെടുകയാ. എന്താ കാര്യം? അവനിൽ ദൈവകൃപയുണ്ട്. താൽക്കാലിക ഉണക്കം തകർന്നെന്നല്ല, അതിനൊരു ഉയർച്ചയുണ്ട്. പ്രൈസ് ഗോഡ്. പരിശുദ്ധാത്മാവിന്റെ നനവിനായി ഏൽപ്പിച്ചു കൊടുത്താട്ട്. പ്രൈസ് ഗോഡ്. റോമലേഖനം 6-4 വാക്യം നിർത്തട്ടെ. റോമർ 6:4. പ്രൈസ് ഗോഡ്. കരമത്തി സ്വത്രം പറഞ്ഞ് എന്തിനാ കുഴിച്ചിടപ്പെട്ടത്? ദൈവ വഴിയിൽ നടക്കുകയും ജീവന്റെ പുതുക്കത്തിൽ നാം മുന്നേറുകയും ചെയ്യുകയാണ്. പ്രൈസ് ഗോഡ്. അതിൻ്റെ ഏറ്റവും അവസാന ഭാഗം എന്ന് പറയുന്നത് 73-ാമത്തെ സങ്കീർത്തനം 23-24 വാക്യം നിർത്തുകയാ. 73 സങ്കീർത്തനം 23-24. ഇങ്ങനെ നടക്കുന്ന ഭക്തന്മാരെ കുറിച്ച് പറയാം. എന്നിട്ട് ഞാൻ എപ്പോഴും ഇരിക്കുന്നു. അടുത്തത്, ഈ പാതയിൽ നടക്കുമ്പോൾ കർത്താവ് വലം കൈ പിടിച്ചിട്ടുണ്ട്. അപ്പനും അമ്മയും ഇന്നെൻ്റെ അപ്പം വന്നെൻ്റെ കൈ പിടിക്കണോ ഞാൻ പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ഈസ് നോ മോർ. പക്ഷെ ഞാൻ കാണും. അടുത്തത്, അപ്പനും അമ്മയും കൈ പിടിക്കാൻ കാണത്തില്ല, പക്ഷെ എപ്പോഴും കൂടെയുള്ളത് നമ്മുടെ കർത്താവാ. അടുത്ത വാക്യം മക്കൾ, അടുത്ത വാക്യം.
ഈ ആലോചനയാൽ നടന്നാൽ അടുത്തത് ആഹാ അതാ ഇതിൻ്റെ ശ്രേഷ്ഠത. കർത്താവിൻ്റെ കാൽച്ചൂടെ പിൻപറ്റിയാൽ പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് കോടാനുകൂടി വിശുദ്ധന്മാരുമായി നമുക്ക് ഒരുമിച്ച് സന്തോഷിക്കാനുള്ള ഒരു നല്ല ദിനമുണ്ട്. അതുകൊണ്ട് ഇനിയും നാം ജീവിക്കുന്നത് ജീവന്റെ പുതുക്കത്തിലാണ്. പഴയത് കഴിഞ്ഞു, ഈ പുതുവഴിയിലൂടെ സഞ്ചരിക്കാൻ പരിശുദ്ധാത്മാവ് കൃപ ചെയ്യട്ടെ. ഗാഡ് ബ്ലെസ് യു.